ഹലോ ഗേസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എസ് ഐ ആം ഹിയർ. കഴിഞ്ഞ 2 ക്ലാസ്സിലായിട്ട് നമ്മൾ JLAയുടെ ടോപ്പിക്കുകളാണ് MLT ഭാഗത്ത് നിന്ന് വരുന്ന ടോപ്പിക്കാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. മോഡ്യൂൾ ഫസ്റ്റിലെ ലാബ് സേഫ്റ്റിയെക്കുറിച്ചാണ് നമ്മൾ ആദ്യം സംസാരിച്ചത്. സേഫ്റ്റി പ്രോട്ടോകോൾ ഫോളോ ചെയ്യുക എന്നുള്ളത് ലാബിൽ നിൽക്കുന്ന ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. എന്തിനാണ് അവർക്കും അസുഖങ്ങളൊന്നും വേറെ ലാബിൽ നിന്ന് കിട്ടുന്നത്. ലാബിലോട്ട് വരുന്ന ഏതൊരു വ്യക്തിയും എന്ത് ചെയ്യാൻ പാടില്ല, ലാബിൽ നിന്നൊന്നും കൊണ്ടുപോകാൻ പാടില്ല, അസുഖങ്ങളായിട്ട് അല്ലേ. അപ്പോൾ അത്തരം പരിപാടിക്ക് വേണ്ടിയിട്ട് കുറേ സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ ഫോളോ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അവയർനെസ് ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. ഫസ്റ്റ് എയ്ഡ് പ്രാക്ടീസൊക്കെ അറിയാൻ പറ്റണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. പിന്നെ നമ്മൾ കുറേ സയൻസ് ആൻഡ് സിമ്പിൾസ്, അതിൽ ഓറഞ്ച് ബാക്ക്ഗ്രൗണ്ട് വരുന്ന ഏതാ, യെല്ലോ വരുന്നത്, ബ്ലൂ വരുന്നത്, അതുപോലെ പ്രൊഹിബിറ്ററി സയൻസിൽ ഡയഗണൽ അല്ലേ, നോ സ്മോക്കിംഗ്, അതൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. പിന്നെ കുറച്ച് കെമിക്കൽസിനെ പരിചയപ്പെട്ടായിരുന്നു ഫസ്റ്റ് ക്ലാസ്സിൽ. ഏതൊക്കെയായിരുന്നു നമ്മളുടെ ബെൻസഡീനൊക്കെ വരുന്ന കാഴ്സിനോജനിക് അല്ലേ, ഏതൊക്കെയായിരുന്നു കാഴ്സിനോജനിക് കെമിക്കൽസ് ഓർമ്മയുണ്ടോ? കാഴ്സിനോജനിക് ആണ് ബെൻസഡീൻ, ഓത്തോളിവിഡിൻ, സെലനൈറ്റ്, ഇതൊക്കെ കാഴ്സിനോജനിക് ആയിട്ടുള്ള കെമിക്കൽസ് ആണ്, ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ ഹാൻഡ്ലിങ്, സ്റ്റോറേജ് ഓഫ് കെമിക്കൽസ് ഒക്കെ നമ്മൾ പറഞ്ഞു. പിക്രിക് ആസിഡ് വെള്ളത്തിനടിയിൽ സൂക്ഷിക്കും, ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങൾ, അതുപോലെ സയനൈഡൊക്കെ ആണെങ്കിൽ നമ്മൾ ലോക്കറിൽ വെച്ചിട്ട് രജിസ്റ്റർ വെച്ചിട്ടാണ് ഇതൊക്കെ കീപ്പ് ചെയ്യുന്നത്. അതുപോലെ ഓൾവേസ് ആഡ് ആസിഡ് ടു വാട്ടർ, ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ പറഞ്ഞ കാര്യമാണ്. പിന്നെ പാർട്ട് 2 ക്ലാസ്സിൽ സെഷനിൽ എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്? നമ്മൾ ലബോറട്ടറി ഹസാർഡ്സ്, അത് ഫിസിക്കലുണ്ട്, ബയോളജിക്കലുണ്ട്, മറ്റേ എന്താ പറയുക, ഇലക്ട്രിക്കലുണ്ട് അല്ലേ, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് പറഞ്ഞു. ആസിഡ് ആണെങ്കിൽ ആസിഡ് വിഴുങ്ങിപ്പോയാൽ എന്ത് ചെയ്യുക, ആൽക്കലി 5% എടുത്ത് കൊടുക്കും. എന്തായിരുന്നു ആൽക്കലി സോപ്പ് സൊല്യൂഷൻ. ഇനി ആൽക്കലി ആണെങ്കിലോ വിനാഗിരി അല്ലെങ്കിൽ അസ്റ്റിക് ആസിഡ് കൊടുക്കും. അങ്ങനത്തെ കാര്യങ്ങൾ ഫസ്റ്റ് എയ്ഡ് നമ്മൾ പറഞ്ഞായിരുന്നു ഇന്നലെ. പിന്നെ കുറേ പ്രിക്കോഷൻസ് നമ്മൾ എങ്ങനെ സംരക്ഷിക്കുക, ഇലക്ട്രിക്കൽ ഷോക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കറക്റ്റായിട്ട് ആ ഒരു വയറിങ്ങൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യുക, ചെക്ക് ചെയ്യുക, സ്വിച്ച് ഓൺ ആക്കാതെ ഓൺ ആക്കി ഇട്ടിട്ട് അങ്ങ് പോവാതിരിക്കുക. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത കൂട്ടത്തിൽ ഞാൻ ഫയർ എക്സ്റ്റിങ്ക്വിഷറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഒരു ABC പല ടൈപ്പ് ഉണ്ട് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതും കൂടി കാണാം. അതായത് 5 ക്ലാസ്സസ് ഓഫ് ദിസ് ഫയർ എക്സ്റ്റിങ്ക്വിഷർ ആണ്. ജസ്റ്റ് ഒന്ന് നിങ്ങൾ വാച്ച് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. സമയം പോയിക്കൊണ്ടിരിക്കുകയല്ലേ, നമുക്ക് എന്ത് ചെയ്യാം. അടുത്ത നമ്മുടെ ടോപ്പിക് ഏതാണെന്ന് അറിയാമോ? ഫയർ എക്സ്റ്റിങ്ക്വിഷറിനെ കുറിച്ച് കുറച്ച് പോയിന്റും കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നോക്കുക കേട്ടോ. യെസ്, ഫസ്റ്റ് എയ്ഡൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ജസ്റ്റ് വേണമെങ്കിൽ പോസ് ചെയ്തിട്ട് നിങ്ങളൊന്നും കൂടി വായിച്ചു വരിക. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്നുള്ളതാണ് ടോപ്പിക്ക്. ആക്ച്വലി ഈ ടെക്സ്റ്റിൽ വളരെ കുറച്ച് സാധനങ്ങളെ കൊടുത്തിട്ടുള്ളൂ, എന്നാലും നമുക്ക് നോക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഇച്ചിരി സൂം ചെയ്തേക്കാം, നിങ്ങൾക്ക് ആ ഒരു കളറൊക്കെ കാണാനായിട്ട്. നമുക്കറിയാലേ, ലാബിൽ പോയാൽ ഹോസ്പിറ്റലിൽ പോയാലൊക്കെ പല കളറിൽ ഇതുപോലെ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടാവും. നമുക്ക് ഇഷ്ടമുള്ള സാധനം എടുത്ത് ഇഷ്ടമുള്ള കളറിൽ ഇടാനല്ല, ഓരോ കളറിലും ഓരോ പർട്ടിക്കുലർ യൂസ് ഉണ്ട്. എന്താണ് ആദ്യം ബയോമെഡിക്കൽ വേസ്റ്റ്? തീർച്ചയായിട്ടും ഇറ്റ് ഈസ് ജനറേറ്റഡ് ഡ്യൂറിങ് ദ ഡയഗ്നോസിസ്, ടെസ്റ്റിംഗ്, ട്രീറ്റ്മെൻറ്റ്, റിസർച്ച് ഓർ പ്രൊഡക്ഷൻ ഓഫ് ബയോമെറ്റീരിയൽസ്. അറിയാം. മാനേജ്മെൻറ്റ് ഓഫ് ബയോളജിക്കൽ വേസ്റ്റ് കൺസിസ്റ്റ് ഓഫ് ദ കളക്ഷൻ, സെഗ്രിഗേഷൻ ആൻഡ് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽ ടൈപ്പ് ഓഫ് വേസ്റ്റ്. ഓക്കെ, then the waste are color coded according to the nature of waste and their method of disposal and segregated at the source itself. അതായത് ഈ ഓരോ കളറിന് പിന്നിലും ഓരോ കഥകളുണ്ട് നമുക്ക് പറയാം. അതായത് ഓരോ വേസ്റ്റും ഇന്ന ബാസ്ക്കറ്റിൽ വേണം അത് ഇടാൻ, ആ കളർ കോഡ് അനുസരിച്ച് വേണം ഇടാൻ. എന്നിട്ട് ആ കളർ കോഡിന് ഇന്ന ട്രീറ്റ്മെൻറ്റ് എന്നുണ്ട്. എങ്ങനെയാണ് അത് ഫർദർ, അതായത് അവിടെ വെച്ചാൽ പോരല്ലോ, അതെടുത്ത് കൊണ്ടുപോയി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്യണ്ടേ. അപ്പോൾ അത് ഓരോന്നിനും ഓരോ ടൈപ്പ് ആയിരിക്കും, അതൊക്കെ അനുസരിച്ച് നമ്മൾ ഡിസ്പോസ് ചെയ്യാവുള്ളൂ. ഇറ്റ് ഈസ് മാൻഡേറ്ററി ഫോർ ഈച്ച് ലബോറട്ടറി ടു അഡോപ്റ്റ് പ്രോപ്പർ വേസ്റ്റ് management system of their own or to be associated with some agencies which do the work in a corporate manner. ഒന്നുകിൽ തന്നെത്താൻ ലാബൊക്കെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർ തന്നെത്താൻ അതിനുള്ള വഴി ഉണ്ടാക്കണം ഈ വേസ്റ്റ് ഒക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അതിനൊക്കെയുള്ള ഏജൻസി ഉണ്ട്, അവരുടെ സഹായത്തോടു കൂടി പ്രോപ്പർ മാനേജ്മെൻറ്റ് എങ്ങനെ പോയാലും നിർബന്ധമാണെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, യെസ്, സെഗ്രിഗേഷൻ ഓഫ് സോളിഡ് ബയോമെഡിക്കൽ വേസ്റ്റ്. നിങ്ങൾ ആ പിക്ചർ ഒന്ന് നോക്കിയാൽ പല കളറുണ്ട് അല്ലേ. അതിൽ ബ്ലാക്ക് കാണുന്നില്ലേ? ബ്ലാക്കിൽ വരുന്നത് എന്താണെന്നറിയാമോ? അതൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ്. അതിനകത്ത് സൈറ്റോടോക്സിക് ഡ്രഗ് അല്ലെങ്കിൽ കെമിക്കൽ വേസ്റ്റുകളൊക്കെയാണ് നമ്മൾ അതിൽ കൊണ്ടിടുക. സൈറ്റോടോക്സിക് ഡ്രഗോ കാര്യങ്ങളോ ഒക്കെ ആണെങ്കിൽ നമ്മൾ അതിനകത്ത് മരുന്നിൻ്റെ ആണല്ലോ കാണിച്ചേക്കുന്നത് കൂടുതലും അല്ലേ. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ നോൺ ഇൻഫെക്റ്റഡ് വേസ്റ്റാണ്. അതായത് പെട്ടെന്ന് ഒന്ന് തൊട്ടെന്ന് പറഞ്ഞാൽ നമ്മളിലോട്ട് എന്താവില്ല, ആദ്യം ഇതൊന്നും പിടിക്കാനില്ല, ഗുളികകളല്ലേ അല്ലേ, അതുപോലത്തെ സാധനങ്ങളാണ് വരുന്നത്, കെമിക്കൽ വേസ്റ്റ് ഒക്കെയാണ് വരുന്നത്. ബ്ലാക്കിൽ നമ്മൾ ഇടുക. ഓക്കെ, ബ്ലാക്കിലിട്ടിട്ട് നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ സോയിൽഡ് വേസ്റ്റ് റെഡ്, അതായത് ഇൻഫെക്റ്റഡ് ഡ്രസ്സിങ്സ്, POP കാസ്റ്റ്, എന്താണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്, നമ്മൾ കാലൊക്കെ ഒടിയുമ്പോൾ ചുറ്റത്തില്ല, അത്തരം സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോയി റെഡിലാണ് ഇടുന്നത്. പിന്നെ വരുന്നത് യെല്ലോ ആണ് ഇമ്പോർട്ടൻറ്റ്. ബോഡി പാർട്സ്, അതുപോലെ പ്ലാസെൻ്റ, അതുപോലെ പത്തോളജിക്കൽ വേസ്റ്റ്, ഇതെല്ലാം നമ്മൾ യെല്ലോയിലാണ് ഇടുക. ഓക്കെ, അത് ആ പിക്ചറിൽ തന്നെ ഉണ്ടല്ലേ, ബ്ലഡുമായിട്ട് കുറച്ചുകൂടി അവയവങ്ങളൊക്കെ വന്നാൽ യെല്ലോ പാർട്ടിലായിടുക. ഇനി ബ്ലൂവിൽ വരുമ്പോൾ ഇൻഫെക്റ്റഡ്, അതായത് സിറിഞ്ച്, ഗ്ലൗസ്, പ്ലാസ്റ്റിക് വേസ്റ്റ്, അത്തരം സാധനങ്ങളൊക്കെ നമ്മൾ ബ്ലൂവിലോട്ട് കൊണ്ടുപോയാൽ തട്ടുന്നത്. പിന്നെ
ഷാർപ്പ് അതായത് നീഡിൽ, കട്ട്, ഗ്ലാസ്സസ് അങ്ങനെ കൈ മുറിയുന്ന സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ വൈറ്റിലായിരിക്കും സൂക്ഷിക്കുക. ഓക്കെ, എല്ലാത്തിലും നോക്കിക്കാൻ മറ്റേ ബയോ ഹസാർഡിൻ്റെ സിമ്പലൊക്കെ ഉണ്ട് അല്ലേ. യെസ്, ദെൻ നമുക്ക് ജസ്റ്റ് കാറ്റഗറീസ് ഞാൻ പറഞ്ഞു പോകാം. ഈ ടെക്സ്റ്റിൽ ഇത്രയേ ഉള്ളൂ സംഭവം. ഏതിലോട്ട് ഇടും എന്നുള്ള ഓർത്തിരിക്കുക. ഈ ബോഡി പാർട്സ് ആനിമൽ വേസ്റ്റ് ഒക്കെ വരുന്നത് യെല്ലോ ആണ്. ബ്ലാക്കിൽ വരുന്ന സൈറ്റോടോക്സിക് ആയിട്ടുള്ള ഡ്രഗ്സ് കെമിക്കൽസ് ഒക്കെയാണ്. വൈറ്റ് ഷാർപ്പ് വരുന്ന ഷാർപ്പായിട്ടുള്ള സാധനങ്ങൾ, അതായത് കൈമുറിയുന്ന സാധനങ്ങളൊക്കെയാണ് വൈറ്റിൽ പോവുക. സൂചി, അത്തരം സാധനങ്ങൾ. അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഇത് മൂന്നുമാണ് മിക്കപ്പോഴും മാറിഞ്ഞിരുന്ന് ചോദിക്കാറ്. അപ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷനായി പോകും. ആക്ച്വലി ടെക്സ്റ്റിൽ ഇത്രയേ ഉള്ളൂ സാന്ത്വനം. എന്നാൽ പോലും നമുക്ക് എന്താണെന്നറിയാമോ, ജസ്റ്റ് ഞാൻ ഓരോ കാറ്റഗറി വേസ്റ്റും ടൈപ്പ് ഓഫ് കണ്ടെയ്നർ, കളർ കോഡിങ്ങും പറഞ്ഞേക്കാം. നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്നവർ ജസ്റ്റ് എന്ത് ചെയ്യുക, റൈറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ എഴുതിയെടുക്കാൻ പറ്റുമെങ്കിൽ എഴുതിയെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് കണ്ണടച്ച് ശ്രദ്ധിച്ചു പോവാം. ഓക്കെ, ഹ്യൂമൻ അനാറ്റമിക്കൽ വേസ്റ്റ് ഏതിലാണ് ഇടുക എന്ന് ചോദിച്ചാൽ അത് യെല്ലോ കളർ പ്ലാസ്റ്റിക് ബാഗിലാണ് ഇടുക. ഓക്കെ, ഇനി ആനിമൽ വേസ്റ്റ് ആണെങ്കിലോ അതും യെല്ലോ കളർ പ്ലാസ്റ്റിക് ബാഗിലാണ് ഇടുക. ഇനി മൈക്രോബയോളജി ലാബ് അല്ലെങ്കിൽ ബയോടെക്നോളജി ലാബിലേക്ക് വേസ്റ്റ് ആണെങ്കിൽ യെല്ലോയിലോ റെഡിലോ ഇടാം. നമ്മൾ റെഡിൽ പറഞ്ഞില്ലേ, ഓൾറെഡി റെഡിൽ നമ്മൾ എന്തൊക്കെയാണെന്നാണ് പറഞ്ഞത്, നമ്മളിവിടെ ഇപ്പോൾ പറഞ്ഞില്ലായിരുന്നോ, റെഡിലേക്ക് ഇൻഫെക്റ്റഡ് ഡ്രസ്സിങ്സ്, അതുപോലെ ഈ പ്ലാസ്റ്റർ ഓഫ് പാരിസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതുപോലെ ഉള്ള സാധനങ്ങളല്ലേ വരിക. അപ്പോൾ അതെന്ത് ചെയ്യാം, നമുക്ക് റെഡ് അല്ലെങ്കിൽ യെല്ലോ പ്ലാസ്റ്റിക് ബാഗിൽ ഈ പറഞ്ഞ മൈക്രോബയോളജി ആൻഡ് ബയോടെക്നോളജി വേസ്റ്റ് രണ്ടിലായിട്ട് ഇടാം. ദെൻ വേസ്റ്റ് ഷാർപ്പൊക്കെ ആണെങ്കിൽ ബ്ലൂ അല്ലെങ്കിൽ വൈറ്റ് പഞ്ചർ പ്രൂഫ് കണ്ടെയ്നർ ആയിരിക്കും കേട്ടോ. ഇനി ബ്ലൂ നമുക്ക് ഉപയോഗിക്കാം. പഞ്ചർ പ്രൂഫ് കണ്ടെയ്നർ ആണ് അതിനകത്തായിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്ലൂവിലോട്ട് ഇടാം. പക്ഷേ പഞ്ചർ പ്രൂഫ് ആയിട്ടുള്ള, അതായത് എന്താണ്, ഇങ്ങനെ നമ്മൾ സാധാരണ ഈ വേസ്റ്റ് ബാസ്ക്കറ്റിൽ യെല്ലോ കളറൊക്കെ ചാക്കല്ലല്ലോ, എന്താ പറയുക, ഒരു സഞ്ചി പോലത്തെ സംഭവമല്ലേ മിക്കപ്പോഴും കാണുക പ്ലാസ്റ്റിക്കിൻ്റെ. അപ്പോൾ അതിനകത്തോട്ടൊന്നും നമുക്ക് ഈ പറഞ്ഞ സൂചി ഒന്നും കൊണ്ടിടാൻ പറ്റില്ല, കാരണം അത് പ്ലാസ്റ്റിക് അല്ല, അത് കീറി പുറത്തേക്ക് വരില്ലേ. അപ്പം ഈ പഞ്ചർ പ്രൂഫ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വേണം ഈ ഷാർപ്പായിട്ടുള്ള സാധനങ്ങൾ ഇടുക എന്നുള്ളത് ഓർത്തിരിക്കുക. പിന്നെ ഡിസ്കാർഡഡ് മെഡിസിൻസ് ആൻഡ് സൈറ്റോടോക്സിക് വേസ്റ്റ് ഇതൊക്കെ നമ്മൾ ബ്ലാക്ക് പ്ലാസ്റ്റിക് ബാഗിൽ ഇട്ടാൽ മതി. സോയിൽഡ് വേസ്റ്റ് ആണെങ്കിൽ യെല്ലോ അല്ലെങ്കിൽ റെഡ് പ്ലാസ്റ്റിക് ബാഗിൽ ഇട്ടാൽ മതി. സോയിൽഡ് വേസ്റ്റ്. ഇനി സോളിഡ് വേസ്റ്റുകളാണെങ്കിൽ നമുക്ക് ബ്ലൂ അല്ലെങ്കിൽ എല്ലാ ഡിസ്പോസിബിൾ പ്ലാസ്റ്റിക്കിൽ നമുക്ക് സോളിഡ് വേസ്റ്റ്, ഇങ്ങനെ ഇൻഫെക്ഷൻസ് അല്ലാത്ത അല്ലെങ്കിൽ കൈ മുറിയുന്ന അല്ലാത്ത അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഏത് ബാഗ് വേണമെങ്കിലും ഇടാം. ബ്ലൂ ആണ് ഓപ്ഷനിൽ കൊടുത്തേക്കുന്നത്. ഐ മീൻ ഓൾ ഡിസ്പോസിബിൾ പ്ലാസ്റ്റിക് ബാഗ്സും കൊടുത്തിട്ടുണ്ട്, ബട്ട് ബ്ലൂ എന്നുള്ളത് എടുത്ത് പറയാറുണ്ട് സോളിഡ് വേസ്റ്റിന് കേട്ടോ. ഇനി ലിക്വിഡ് വേസ്റ്റ് ആണെങ്കിൽ അതിന് ഇത് പ്രത്യേകിച്ച് നമുക്ക് ഇതിനകത്തൊന്നും പറയാനില്ലല്ലോ. ഇനി ഇൻസിനറേഷൻ, ഈ നമ്മൾ ലിക്വിഡ് ഒന്നും കൊണ്ടുവന്ന് അങ്ങനെ ഇതിനകത്തൊക്കെ ഇട്ട് വയ്ക്കുമോ? ഇല്ല. ഇനി ബോട്ടിലാണെങ്കിൽ ഒരു പക്ഷേ നമ്മൾ എന്ത് ചെയ്യുമായിരിക്കും, ആ പ്ലാസ്റ്റിക് അതിനകത്തായിട്ടാണോ അങ്ങോട്ട് ഇടാൻ പറ്റുമായിരിക്കും അല്ലേ. ദെൻ ഇൻസിനറേഷൻ ആഷ്, അതായത് എന്തെങ്കിലുമൊക്കെ ഇൻസിനറേറ്റ് ചെയ്തതിൻ്റെ ചാരമാണ് കൊണ്ടുവരുന്നതെങ്കിൽ ബ്ലാക്ക് പ്ലാസ്റ്റിക് ബാഗിലിടാം. കെമിക്കൽ വേസ്റ്റ് സോളിഡ് ആയിട്ടുള്ളതും ബ്ലാക്ക് ഇതിലാണ് നമ്മൾ ഇടുക അല്ലേ. ഓക്കെ, ലിക്വിഡ് വേസ്റ്റ് കളയാനായിട്ട് ഒരു പ്രോപ്പറായിട്ടുള്ള എന്തെങ്കിലും ഒരു മാർഗ്ഗം നമ്മൾ ഓരോ ലാബിലും ഉണ്ടാവും അല്ലേ. അത് ഇത്തരം കണ്ടെയ്നേഴ്സിലോട്ട് നമ്മൾ എടുത്തിടുകയില്ല എന്നാണ് ഉദ്ദേശിച്ചത്, അത്രയേ ഉള്ളൂ. ഇനി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. Any solid, fluid or liquid waste material, including its container and any other intermediate product which is generated during short-term and long-term care, consisting of observational, diagnostic, therapeutic and rehabilitative services for a person suffering or suspected to be suffering from disease or injury, or during research pertaining to production and testing of biological during immunization of human beings, biomedical waste. ഒന്നുമില്ലടേ. ഇപ്പോൾ ബയോമെഡിക്കൽ വേസ്റ്റിൻ്റെ ഒരു ലോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക, എസ്സേ പോലത്തെ ഒരു ഡെഫിനേഷൻ മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടുന്നുള്ളൂ. അത് ഈ ടെക്സ്റ്റിലില്ല കേട്ടോ, വേറെ ഒരു നോട്ടാണ്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ട് പറയുന്നതാണ്. ജസ്റ്റ് കേട്ടാൽ മാത്രം മതി. ആക്ച്വലി നിങ്ങൾക്ക് ഇത്രയും മതി. പിന്നെ എൻ്റെ കയ്യിലുള്ള നോട്ട് ഞാനൊന്ന് വായിച്ചതേ ഉള്ളൂ. യെസ്, ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരാൾ ട്രീറ്റ്മെൻറ്റിൽ ഇരിക്കുന്നു, അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും ഡയഗ്നോസിസിൽ ഇരിക്കുന്നു, ഒബ്സർവേഷനിൽ ഇരിക്കുന്നു, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു ലോങ് ടൈം കെയർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ നിന്നല്ലേ, അങ്ങനത്തെ ഒരു എന്താ പറയുക സ്ഥലത്ത്, അതായത് മെയിനായിട്ട് ഹോസ്പിറ്റൽ അല്ലെ ലാബ്, അങ്ങനത്തെ സ്ഥലത്ത് നിന്നൊക്കെ വരുന്ന സോളിഡ് അല്ലെ ലിക്വിഡ് അല്ലെ ഫ്ലൂയിഡ് വേസ്റ്റുകളൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രം ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് വേസ്റ്റ് ജനറേറ്റഡ് ബൈ ഹെൽത്ത് കെയർ ആക്ടിവിറ്റീസ് ഓൾമോസ്റ്റ് 80 to 90% ഇൻ ഈസ് ജനറൽ വേസ്റ്റ് കമ്പയറബിൾ ടു ഡൊമസ്റ്റിക് വേസ്റ്റ്. കൂടുതലും എന്താണ്, ഇത്തരം ബയോമെഡിക്കൽ വേസ്റ്റ് ആണ് കൂടുതലായിട്ടും ഉണ്ടാവുക എന്നാണ് പറയുന്നത്. This comes from the administrative and housekeeping function of hospital and laboratories. Okay, the balance 10 to 20% of waste is considered hazardous and or infectious. കാര്യമൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഓരോ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടെങ്ങാനും ചോദിച്ചാലേ ഉള്ളൂ. അതായത് ടോട്ടൽ ഒരു ഹെൽത്ത് കെയറിൽ ടോട്ടൽ വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് അതിൽ 80 to 90% ഈ പറഞ്ഞ ബയോമെഡിക്കൽ വേസ്റ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ,
ദെൻ ഇതിന് ഞാൻ പറഞ്ഞു 3 സ്റ്റെപ്പുണ്ട്, 3 4 എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യം സെഗ്രിഗേഷൻ ആണ്. ഓക്കെ, ദെൻ കളക്ഷൻ ആൻഡ് സ്റ്റോറേജ്. നമ്മൾ ലാബിൽ തന്നെ ഇത് സെഗ്രിഗേറ്റ് ചെയ്ത് വെക്കും അല്ലേ. എന്നിട്ട് ഇതെന്ത് ചെയ്യും, കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്യും. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് വരുന്നുണ്ട് മൂന്നാമത്തേതായിട്ട്. സ്റ്റെപ്പ് 4 ആണ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഡിസ്പോസൽ. ഓക്കെ, അതായത് സെഗ്രിഗേറ്റ് ചെയ്തു, അതായത് തിരിച്ച് ലാബിൽ തന്നെ വെക്കും, എന്നിട്ട് ഇത് കളക്ട് ചെയ്യും, ട്രാൻസ്പോർട്ട് ചെയ്യും, പിന്നെ കൊണ്ടുപോയി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്യും. ഓക്കെ, ഇനി ചില ചെറിയ ചെറിയ പോയിന്റ്സ് ആണ് നിങ്ങൾ കേട്ടിരിക്കുക. ലൊക്കേഷൻ ഓഫ് കണ്ടെയ്നേഴ്സ്. ഓൾ കണ്ടെയ്നേഴ്സ് ഹാവിംഗ് ഡിഫറെൻറ്റ് കളർഡ് പ്ലാസ്റ്റിക് ബാഗ് ഷുഡ് ബി ലൊക്കേറ്റഡ് അറ്റ് ദ പോയിന്റ് ഓഫ് ജനറേഷൻ ഓഫ് വേസ്റ്റ്. അതായത് നിയർ ഡയഗ്നോസ്റ്റിക് സർവീസസ് ഏരിയാസ്. അതായത് നമ്മൾ എവിടെയാണോ ഈ ഒരു സർവീസ് നടത്തുന്നത്, അതായത് ഇപ്പം നമ്മൾ ഒരു റൂമിൽ ഫസ്റ്റ് നമ്മുടെ ലാബിൻ്റെ ഉള്ളിൽ വെച്ചിട്ടല്ലല്ലോ നമ്മളുടെ ബ്ലഡ് സാമ്പിളൊക്കെ കളക്ട് ചെയ്യുന്നത്. നമ്മൾ പുറത്ത് പേഷ്യൻറ്റിനെ പുറത്ത് ഒരു പ്രത്യേക റിസപ്ഷൻ ഏരിയയിൽ ഇരുത്തിയിട്ടാണ് നമ്മൾ വർക്കിംഗ് പ്ലേസിലോട്ട് കൊണ്ടുപോകും പേഷ്യൻറ്റിനെ, ഇല്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ പറഞ്ഞ സൂചി ആയാലും മറ്റേ നീഡിലായാലും സിറിഞ്ച് ആയാലും ഗ്ലൗസ് ആയാലും ആ പേഷ്യൻറ്റ് വരുമ്പോൾ അവർ തൊട്ട് അവരുടെ സാമ്പിൾ എടുത്ത സാധനങ്ങൾ കളയാനായിട്ട് നമ്മൾ അവിടെ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് വെച്ചേക്കണം അല്ലേ. അപ്പം അത് അവിടെ മെയിനായിട്ടും എന്തായിരിക്കും, ഈ ബ്ലഡൊക്കെ തൂത്തിട്ട് ഇടാനുള്ള പഞ്ഞൊക്കെ യെല്ലോ ബാഗാണ് നമ്മൾ കണ്ടിട്ടുള്ളത് മെയിനായിട്ടും അല്ലേ. അപ്പോൾ ഈ യെല്ലോ ബാഗ് ഉണ്ടോ അകത്ത് വെച്ചിട്ട് കാര്യമുണ്ടോ, അത് മാത്രം വെച്ചാൽ മതിയോ, അല്ല, അത് പുറത്തും വേണം അല്ലേ. അകത്തും വേണം പക്ഷേ പുറത്തും വേണം. അതായത് അതാ പറയുന്നത്, ലൊക്കേഷൻ എന്ന് പറയുന്നത് എവിടെയാണോ നമ്മൾ ആ സർവീസ് കൊടുക്കുന്നത് അതിനനുസരിച്ചുള്ള ബാഗ് ആ പർട്ടിക്കുലർ സ്ഥലത്ത് ഉണ്ടാവുക, അത്രയേ ഉള്ളൂ. ബാഗ് എന്ന് പറയുമ്പോഴത്തേക്ക് കറക്റ്റായിട്ടുള്ള കളറായിരിക്കണം, ആ ഒരു കപ്പാസിറ്റി ഉണ്ടാവണം, അതുപോലെ നല്ല സെക്യൂർ ആയിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ പറ്റണം, ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റണം, അങ്ങനത്തെ ഉള്ള ബാഗായിരിക്കണം ഉപയോഗിക്കേണ്ടത് കേട്ടോ, അത് ഓർത്തിരിക്കുക. പിന്നെ ഷാർപ്പ് മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിൽ പഞ്ചർ പ്രൂഫ് ആയിട്ടുള്ളത് വേണം ഉറപ്പായിട്ടും ഓർക്കുക. ഇനി സ്റ്റോറേജ് എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ സെഗ്രിഗേറ്റ് ചെയ്തു, കളക്ഷൻ ആൻഡ് സ്റ്റോറേജ്. സ്റ്റോറേജ് എന്ന് പറയുമ്പോഴത്തേക്ക് അൺട്രീറ്റഡ് ബയോമെഡിക്കൽ വേസ്റ്റ് ആണെങ്കിൽ ഷുഡ് ബി സ്റ്റോർഡ് ബിയോണ്ട് 48 hours. അതായത് അതിൻ്റെ മുകളിലോട്ട് സ്റ്റോർ ചെയ്യാൻ പാടില്ല. No untreated biomedical waste should be stored beyond 48 hours. 48 മണിക്കൂർ മാക്സിമം സ്റ്റോറേജ്, 2 ദിവസം അല്ലേ. ഇഫ് നെസസറി ടു സ്റ്റോർ ബിയോണ്ട് 48 hours, ദ ഓതറൈസ്ഡ് പേഴ്സൺ മസ്റ്റ് ടേക്ക് പെർമിഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കീപ്പ് ചെയ്യാം, അത്രേ ഉള്ളൂ. ഓക്കെ, ഈ പെർമിഷൻ കൊടുക്കുന്ന ഓതറൈസ്ഡ് പേഴ്സൺ ഷുഡ് എൻഷുർ ദാറ്റ് വേസ്റ്റ് ഡസ് നോട്ട് അഡ്വേഴ്സ്ലി അഫക്റ്റ് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് എൻവയോൺമെൻറ്റ്. അത് 48 ദിവസത്തിനുള്ളിൽ കൂടുതൽ അവിടെ വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് ഈ ഒരു അധികാരി എന്ത് ചെയ്തിരിക്കണം, ഓക്കെ, പുള്ളി അത് മനസ്സിലാക്കിയാൽ മാത്രമേ 48 മണിക്കൂറിന് മുകളിൽ ഇത്തരം വേസ്റ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പെർമിഷൻ കൊടുക്കാൻ പാടുള്ളൂ. മനസ്സിലായോ? അതായത് നമ്മൾ ഈ സെഗ്രിഗേറ്റ് ചെയ്ത് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഈ ഒരു വേസ്റ്റ് അത് പ്രോപ്പർ ഡിസ്പോസൽ ചെയ്തിരിക്കണം. അതെന്താണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ആ പ്രോപ്പറായിട്ടുള്ള ഡിസ്പോസൽ ചെയ്യുന്നതിന് മുമ്പ് 48 മണിക്കൂർ കൂടുതൽ സമയം അത് അവിടെ സൂക്ഷിക്കണം. എവിടെയാണോ സൂക്ഷിക്കേണ്ടത് അവിടെ വെക്കണമെങ്കിൽ അതിന് ബന്ധപ്പെട്ട അധികാരിയിൽ നിന്ന് എന്ത് ചെയ്യണം, പെർമിഷൻ വാങ്ങണം. അപ്പോൾ ഈ ബന്ധപ്പെട്ട അധികാരി എന്ത് മനസ്സിലാക്കണം, ഈ കൊണ്ടുവന്ന വേസ്റ്റൊക്കെ എന്തല്ല അധികം ഇൻഫെക്ഷൻസ് അല്ല അല്ലെ എൻവയോൺമെൻറ്റിൽ അവിടെ ഇരിക്കുന്നതെന്നും പറഞ്ഞ് കുഴപ്പമൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അത് അവിടെ കീപ്പ് ചെയ്യാനുള്ള അധികാരം കൊടുക്കാവൂ എന്നാണ് പറഞ്ഞത്. അത്രേ ഉള്ളൂ. ചുമ്മാ ജസ്റ്റ് ഐഡിയൽ തിങ്സ് ആണ് ഗൈസ്, ചിന്തിച്ചാൽ മതി. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ വിത്തിൻ ദ ഹോസ്പിറ്റൽ ആണെങ്കിൽ വേസ്റ്റ് റൂട്ട് ഷുഡ് ബി ഡെസിഗ്നേറ്റഡ് ആൻഡ് സെപ്പറേറ്റ് ടൈം ഷുഡ് ബി എർമാർക്ക്ഡ് ഫോർ BMW ടു. അതായത് കറക്റ്റ് സമയത്ത് വണ്ടി വരിക, കറക്റ്റ് വഴിയിലൂടെ പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക അല്ലേ. അതുപോലെ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിക്കുക. അല്ലാതെ ഡോക്ടറുടെ കാറിൽ എടുത്തിട്ട് കൊടുത്ത് വിടാൻ പറ്റുമോ? ഇല്ല. നഴ്സിൻ്റെ കയ്യിലൊക്കെ ബസ് കയറ്റി കൊടുത്ത് നിങ്ങൾ പോകുന്ന വഴിക്ക് വിട്ടോ പറഞ്ഞ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. പ്രോപ്പറായിട്ട് വണ്ടി വേണം, വാഹനം വേണം, വഴി വേണം. അതുപോലെ ആ ഒരു ടൈം കറക്റ്റ് വർക്കിങ്ങിൻ്റെ ഇടയ്ക്ക് ഓടി വന്ന് വേസ്റ്റ് എടുത്തോണ്ട് പോകാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതിനൊക്കെ പ്രോപ്പറായിട്ടുള്ള ടൈം വേണം. ഇനി ഹോസ്പിറ്റലിന് വെളിയിലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ കറക്റ്റ് വെഹിക്കിൾ, അതിനൊരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഓതറൈസ്ഡ് ആയിട്ടുള്ള വെഹിക്കിൾസ് വേണം യൂസ് ചെയ്യാനെന്നുള്ളതാണ്. ഓക്കെ, ഇനി ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഡിസ്പോസൽ ഓഫ് വേസ്റ്റിനെ കുറിച്ചാണ് പറയാനുള്ളത്. ആക്ച്വലി ഇതിനകത്ത് നോട്ടില്ല, നമുക്ക് അത് എന്ത് ചെയ്യാം, ഞാൻ അടുത്ത ദിവസം നോട്ടാക്കിയിട്ട് പറഞ്ഞുതരാം. നമ്മുടെ ടെക്സ്റ്റിൽ കിടപ്പില്ല, അതുകൊണ്ട് നമുക്ക് ആ ഭാഗം നമുക്ക് എന്ത് ചെയ്തേക്കാം, വിട്ടേക്കാം. അതായത് ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് എന്നുള്ളത് നോട്ടുമായിട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്തില്ലല്ലോ. നമുക്കെന്നാൽ ലബോറട്ടറി മാനേജ്മെൻറ്റിനെ കുറിച്ചൊന്ന് നോക്കിയാലോ. ജസ്റ്റ് ഇപ്പോൾ ഇത്രയും പറഞ്ഞ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് എങ്ങനെയാണ് നമ്മൾ അത് സൂക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. അതായത് എങ്ങനെയാണത് തരംതിരിക്കേണ്ടത്, ഏതൊക്കെ കളറിൽ ഏതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. നമുക്കിനി ലാബ് മാനേജ്മെൻറ്റിലോട്ട് പോയാലോ. യെസ്, ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ടില്ലാത്തത് ഒന്നുകൂടെ റിയടിച്ച് കേൾക്കുക. അങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളുടേതായിട്ടുള്ള ഒരു ഐഡിയയിൽ കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ,
ഓർത്തിരിക്കാനും ശ്രദ്ധിക്കുക. ലബോറട്ടറി മാനേജ്മെൻറ്റാണ് അടുത്തത്. നമുക്ക് ലാബ് എന്ന് പറയുമ്പോഴത്തേക്കൊരു എത്തിക്സ് ഉണ്ട് അല്ലേ? ആ ഒരു ലാബ് മാനേജ് ചെയ്യുന്നതിനൊരു രീതിയുണ്ട്. അത് ഏത് സ്ഥാപനമായാലും അത് അങ്ങനെ തന്നെയാണല്ലോ അല്ലേ? ദ ലബോറട്ടറി പേഴ്സണൽ ഷുഡ് ബി അവെയർ ഓഫ് ദ കോഡ് ഓഫ് എത്തിക്സ് വിച്ച് ഈസ് ദ മിനിമം സ്റ്റാൻഡേർഡ് അബൌട്ട് ഹിസ് പ്രൊഫഷണൽ സ്കിൽ അല്ലേ? ഒരു എല്ലാ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള ഒരു എത്തിക്സ് ഉണ്ടെന്ന് പറയും. അതുപോലെ ഇവിടെയും ഉണ്ട്. എന്തൊക്കെയാണ്? ട്രീറ്റ് പേഷ്യൻ്റ് ആൻഡ് കൊളീഗ്സ് വിത്ത് റെസ്പെക്ട്, കെയർ ആൻഡ് തോട്ട്ഫുൾനെസ്, perform duties in an accurate, precise, timely, and responsible manner, then safeguard patient information as confidential within the limit of the law, then prudent use of laboratory resources, advocate the delivery of quality laboratory services in a cost-effective manner, work within the boundaries of law and regulations, strive to important professional skills and knowledge. ഇത്രയും കാര്യം ഞാൻ പോയ പോലെ നിങ്ങളും വായിച്ചു നോക്കിയാൽ മതി. കാര്യം മീൻസ് മനസ്സിൽ കത്തിക്കോളും. അത് എടുത്തു പറയാനായിട്ടൊന്നുമില്ല. വായിച്ച് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളല്ലേ. ഞാൻ വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുവിധം കത്തി കാണും. എന്താ എല്ലാവരോടും റെസ്പെക്റ്റായിട്ട് പെരുമാറുക, അവനവൻ്റെ ഡ്യൂട്ടി കൃത്യമായിട്ട് ലീഗലി ആ ഒരു സമയത്ത് കറക്റ്റായിട്ട് ചെയ്യുക, മറ്റുള്ളവരെ എന്ത് ചെയ്യാം, കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷനൊക്കെ ആണെങ്കിൽ അത് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുക. ലാബിൽ ഒരാളുടെ റിസൾട്ട് അയ്യോ ഇത് ഇയാളുടെ റിസൾട്ട് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും പോയി ഇങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അയാളുടെ റിസൾട്ട് അയാളോട് മാത്രം പറഞ്ഞാൽ പോരെ. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ നോക്കുക. ലബോറട്ടറിയിലുള്ള റിസോഴ്സസ് പരിമിതമായി ഉപയോഗിക്കുക. അങ്ങനത്തെ സാധനങ്ങളൊക്കെ അല്ലേ, ആ ഒരു നിയമത്തിൻ്റെയും റെഗുലേഷൻസിൻ്റെയും ഒക്കെ അണ്ടറിൽ വർക്ക് ചെയ്യുക. അതൊക്കെയാണ് എന്ത് ചെയ്യാനുള്ളത്, നമുക്ക് എത്തിക്സിൽ പറയാനുള്ളത്. ഓക്കെ. ഇനി ലബോറട്ടറിയുടെ ഒരു റോളായിട്ട് പറയുകയാണെങ്കിൽ എ ലബോറട്ടറി മസ്റ്റ് മെയിൻറ്റെയിൻ ഇൻ ഹെൽത്തി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പേഷ്യൻറ്റ്, ഫിസിഷ്യൻ, നഴ്സിംഗ് സ്റ്റാഫ്, sales representatives, administrative staff, etc. A trained laboratory technologist must know the following aspect of communication. എന്തൊക്കെയാണ്? സ്പീക്ക് ടു പേഷ്യൻറ്റ്, മര്യാദയ്ക്കൊക്കെ മാനേഴ്സോടുകൂടി സംസാരിക്കുക. ഇത് മിക്കയിടത്തും ഇല്ലാത്തൊരു പരിപാടിയാണല്ലേ. നമുക്ക് കുറച്ച് പേരൊക്കെ ജോലിക്കൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമാണ്, വരുന്നവരോടൊന്നും ഒരു മയത്തിലൊന്നും ആയിരിക്കത്തില്ല. എനിക്ക് അങ്ങനത്തെ ആൾക്കാരെ സത്യം പറയാമല്ലോ, ഞാൻ വർക്ക് ചെയ്തെടുത്താണെങ്കിലും അല്ലെങ്കിൽ പോയാലാണെങ്കിലും നമ്മൾ എന്തിനാണ് നമ്മളൊരു ലാബിൽ ചെയ്യണ വർക്ക് ചെയ്യാനാണെങ്കിലും നമ്മൾ ചെല്ലുന്നത് വർക്ക് ചെയ്യാനല്ലേ. നമ്മളൊരു പേഷ്യൻ്റായിട്ട് പോയാലും നമ്മൾ എന്താണ് അവിടെ ചെല്ലുന്നത് മാന്യമായ ഭാഷയിലല്ലേ നമ്മൾ പറയുക. അപ്പം ആക്ച്വലി വരുന്ന പേഷ്യൻറ്റിനെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കാരണം കിട്ടിയാലല്ലേ അവരത് ചെയ്യുള്ളൂ. ഇപ്പം 99% കേസും എനിക്ക് തോന്നുന്നു ഈ നിൽക്കുന്നവരുടെ ഇങ്ങോട്ടുള്ള പ്രതികരണം, അതായത് സ്റ്റാഫിന് ഒരു ഇതുണ്ട്. എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ് കേട്ടോ, അല്ലാതെ എല്ലാവരെയും ഞാൻ ന്യായീകരിക്കുകയൊന്നുമല്ല. അങ്ങോട്ട് എൻ്റെ ഒരു അനുഭവത്തിൽ ചാടിക്കയറി റിയാക്ട് ചെയ്യുന്ന പേഷ്യൻസ്, അതായത് ഒരു കാരണവും ഇല്ലാതെ പ്രൊവോക്ഡ് ആവുന്ന പേഷ്യൻസ് കുറവാവുന്നെങ്കിൽ അവർ ഒരു ഉഴപ്പം മട്ട് അല്ലെ എന്തെങ്കിലും ചോദിച്ചാൽ കൃത്യമായ മറുപടി പറയാതിരിക്കും. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഏത് പേഷ്യൻ അല്ലെങ്കിൽ ടൈം കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരിക, എന്നാലും ഒരു അപ്ഡേഷനൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് എടുത്തങ്ങ് ചാട്ടാണ്. അതിനൊന്നും ആവശ്യമില്ല. മര്യാദയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് എന്താണ്, ഒരു സ്റ്റാഫ് അത് ഏത് സ്ഥാപനത്തിലാണെങ്കിലും ആവശ്യമാണ്. പക്ഷെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് കേട്ടോ, എനിക്കിപ്പോൾ പലരുടെയും മുഖങ്ങൾ വരുന്ന പേഷ്യൻസിനോട് മര്യാദയ്ക്കൊക്കെ പെരുമാറാത്തവരെ, എന്നാൽ മര്യാദയ്ക്ക് പെരുമാറുന്നവരുമുണ്ട്. അപ്പോൾ വരുന്നവരോട് സംസാരിക്കുന്നതിന് രീതിയുണ്ട്. സംഭവം ശരിയാണ്, നമ്മൾ വിചാരിച്ചാലേ അവരുടെ കാര്യം നടക്കുള്ളൂ എന്നും പറഞ്ഞ് നമ്മൾ അവരെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് ചെയ്യുന്ന പരിപാടിയല്ലേ. അപ്പം നമുക്ക് അതിനൊരു റെസ്പെക്റ്റ് അങ്ങോട്ടല്ലേ കൊടുക്കേണ്ടത്. അങ്ങനെ അല്ലാത്ത കുറേ പേര് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ആ ഒരു രീതിക്ക് സംസാരിച്ചത്. എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയില്ല കേട്ടോ. അതിൽ നല്ല ആൾക്കാരുണ്ട്. നമുക്ക് എത്ര നേരം വേണമെങ്കിലും ചിലരുടെ വർത്തമാനത്തിൽ വെയിറ്റ് ചെയ്യാൻ തോന്നൂലേ, അയ്യോ അങ്ങനെയാ, അങ്ങനെ വേണം വരുന്ന ആൾക്കാരോട് സംസാരിക്കണം. അപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ എന്താ പറയുക, ഒരു മാനേഴ്സ് അതുണ്ടാവുക, അതുപോലെ കോൺഫിഡൻസ് ഉണ്ടാവുക, പറയുന്നതിൽ കോൺഫിഡൻസ് ഉണ്ടാവുക, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. പിന്നെ കമ്മ്യൂണിക്കേറ്റ് കറക്റ്റ് നോളജ് ടു ഹോസ്പിറ്റൽ സ്റ്റാഫ് ഓൺ ലബോറട്ടറി ടെസ്റ്റ് റിസൾട്ട് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ടെസ്റ്റ്, അതൊക്കെ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, എല്ലാവരോടും പറയുക. അതുപോലെ ഫിസിഷ്യനോട് കറക്റ്റായിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷനെ കുറിച്ച് പറയുക. അതായത് നമുക്കൊരു ടെസ്റ്റ് എഴുതി ഇടുന്ന ഒരു ഡോക്ടറല്ലേ, അപ്പോൾ ആ പുള്ളിയോട് കാര്യങ്ങൾ കറക്റ്റായിട്ട് തിരിച്ച് അതിൻ്റെ റിസൾട്ട് എത്തിക്കുക എന്നുള്ളത്. പിന്നെ ഗുഡ് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ടു ബി ഒബ്സർവ്ഡ് വിത്ത് കോവർക്കേഴ്സ്, കൂടെ വർക്ക് ചെയ്യുന്നവരോടും മാന്യമായിട്ട് പെരുമാറുക. ഇതൊന്നും ഞാൻ ഒരുപാട് പലരെയും എനിക്ക് ഓർമ്മ വരുന്നു. ആക്ച്വലി ഇതൊക്കെ വളരെ കുറവാട്ടോ, പ്രത്യേകിച്ച് ലാബിൽ ഒരു ഇച്ചിരി എക്സ്പീരിയൻസ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ വരുന്നവരോട് കാണിക്കുന്ന പരിപാടികളൊക്കെ, അവരുടെ ഒരു അധികാര ചമയലൊക്കെ ഭയങ്കരമായിട്ട് അനുഭവിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് ഇതൊക്കെ ഇത് എത്തിക്സിന് പറ്റിയതല്ല എന്നുള്ള കാര്യവും മുഖത്ത് നോക്കി പറയാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ വന്നിട്ടുണ്ട്. അതായത് നമ്മളൊരു ലാബിൽ ചെല്ലുമ്പോൾ അല്ലെ വർക്ക് ചെയ്യാനായാലും ശരി, അവിടെ ഒരു ഇച്ചിരി എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇവിടെ ആരാ എന്തുവാന്നുള്ള നോട്ടവും ഇതൊന്നുമില്ല. ഫുള്ള് ഞാനൊന്നും പറയുന്നില്ല, നിങ്ങൾ നിന്നവർക്ക് നല്ല എക്സ്പീരിയൻസ് അതിലുണ്ടാവും. എല്ലാവരെയും അടച്ച് പറയുന്നില്ല കേട്ടോ, വളരെ നല്ല ആൾക്കാർ